സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ക്യാമ്പ് ബഹിഷ്കരിച്ച ഒരു മഹല്ല് കമ്മിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. കോളിമാട് മഹല്ല് കമ്മിറ്റി ക്യാമ്പ് ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല, സമസ്ത അതിന്റെ വിവിധ പോഷക ഘടകങ്ങൾക്ക് സമസ്തയുടെ സമ്മേളന പ്രചാരണാർത്ഥം വീതിച്ചു നൽകിയ പരിപാടികളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ നടക്കേണ്ട പരിപാടിയായിരുന്നു സിറാത്തുൽ മുസ്തഖീം. ഇവരുടെ ഭാഗത്ത് പാഴൂർ റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കേണ്ട ആ പരിപാടിക്ക് മുടക്ക് വെക്കാനുമൊക്കെ മുന്നിൽ നിന്ന ഒരു വിഭാഗം. ഇവരൊക്കെ തന്നെയാണ് ആ പ്രദേശത്തെ സുന്നി മഹല്ല് ഫെഡറേഷൻ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. കുറച്ച് ദിവസങ്ങളായി സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ സംശയാസ്പദമായ നിലക്കാണ് പോകുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അതിന്റെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ പല പ്രദേശങ്ങളിലെയും സമസ്തയെ സ്നേഹിക്കുന്ന ഉമറാക്കളാരും ആ വിഷയത്തോട് സഹകരിച്ചിട്ടില്ല. പല പള്ളികളിൽ അതിൻ്റെ സംഭാവനാ സ്വരൂപണത്തിൽ പോലും പങ്കാളികളായിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമായ അറിവ്. കാരണം കൃത്യമായ ബോധ്യം ഉമ്മത്തിന് ഈ വിഷയത്തിലുണ്ട്, സമസ്തയുടെ ഉമറാക്കൾക്കുണ്ട്, ഉലമാക്കൾക്കുണ്ട്. ഇത് തെറ്റായ ദിശയിലേക്കാണ് സമുദായത്തെ കൊണ്ടുപോകുന്നത്. ഈ മീറ്റിങ്ങുകളിലൂടെയും കൺവെൻഷനുകളിലൂടെയും ഒക്കെ ഇവർ സമുദായത്തിന് നൽകുന്ന സന്ദേശം സമുദായത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ ഉതകുന്നതാണ് എന്ന കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് അത്തരം പരിപാടികളോടൊന്നും നമ്മുടെ ഉലമാക്കളും ഉമറാക്കളും സഹകരിക്കാത്തത്. നോക്കൂ നിങ്ങൾ, ഇന്നലെ 28/4/2026 ചൊവ്വാഴ്ച വൈകുന്നേരം കോളിമാട് വയോജന പാർക്കിൽ വെച്ച് നടന്ന KMന്റെ ഒരു സൗഹൃദ സംഗമം. ആ സൗഹൃദ സംഗമം വിജയിപ്പിക്കാൻ ഇതേ സുഹാബി ടീമാണ് മുൻനിരയിലുണ്ടായിരുന്നത് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ പോസ്റ്ററുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ് ഈ പശ്ചാത്തലം എന്നുകൂടെ നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ ആഴ്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ കൂടിയ സന്ദർഭത്തിൽ കോഴിക്കോട് ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ജോയിന്റ് സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം പരാതിയായി ബഹുമാനപ്പെട്ട സമസ്തക്ക് ലഭിക്കുകയുണ്ടായി. അയാൾ ഇതുപോലെയുള്ള ബിദ്അത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ പരാതി. അത് അന്വേഷിക്കാൻ സമസ്ത നിർദ്ദേശിച്ച മാർഗം എന്താണ്? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുക എന്ന രീതി. സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന നേതൃത്വത്തോട് ഇദ്ദേഹത്തോട് ഷോക്കോസ് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അയാൾക്കെതിരെ ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാനും അവരെ തന്നെ ഏൽപ്പിച്ചു. എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി ഈ സമയം വരെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. എന്താണ് ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ബിദ്അഈ വേദികളിലെല്ലാം ഇങ്ങനെ സ്വതന്ത്രമായി പങ്കെടുക്കുകയും കൂടിയിരുന്നാൽ ഒലിച്ചു പോകുന്നതാണോ ആശയം, ആദർശം എന്നൊക്കെ ചോദിച്ച ബഹുമാനപ്പെട്ട KNM ഷാജി സാഹിബിന്റെ വക്താക്കളായി ഒരു ലിബറൽ ചിന്താഗതിക്കാരായ ഒരു പറ്റം ഉമറാക്കളെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനമായി SMF മാറിയെങ്കിൽ സുഹാബി മഹല്ലുകളുടെ രൂപകൽപ്പനയാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. നമുക്കറിയാമല്ലോ, ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, തുർക്കി ഖിലാഫത്തിനെ തകർക്കുന്നതിന് വേണ്ടി അവർ അണിയറയിലെടുത്ത പണി തൗസൻഡ്സ് ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് വരുന്ന ബ്രിട്ടീഷ് ഏജന്റുമാരെ, സ്പൈ വർക്കേഴ്സിനെ, മുസ്ലിം സ്കോളേഴ്സിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കുകയും അവർ ഇവരെ മിസ്ലീഡ് ചെയ്യുകയും ദിശ തെറ്റിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇസ്ലാമിനകത്ത് വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂപപ്പെടുകയും ഇസ്ലാമിനെ ശിഥിലമാക്കാൻ, വെൺചിതലുകളെ വാർത്തെടുക്കാൻ സൗകര്യമൊരുക്കുകയും ഒക്കെ ചെയ്തത്. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉൽപ്പന്നമല്ലേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും അയാളുടെ ആശയത്തെയും ചെറുത്തു തോൽപ്പിച്ച സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ. ആ സമസ്തയെ അതിരറ്റു വെറുക്കുകയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അതിനെ നഖശിഖാന്തം എതിർക്കുകയുമൊക്കെ ചെയ്യാനുള്ള അവസരം സ്വാഭാവികമായും ബിദ്അഈ കക്ഷികൾ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരിട്ടുള്ള ഒരു ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണം താങ്ങാൻ കഴിയുന്നതല്ല എന്ന് കൃത്യമായി ബോധമുള്ളവരാണ് അവരൊക്കെ. അതുകൊണ്ടാണല്ലോ സമസ്തയോട് ഏറ്റുമുട്ടാൻ വന്ന സന്ദർഭങ്ങളിലെല്ലാം കിട്ടിയ മറുപടിയുടെ ചൂടുകൊണ്ട് പൊട്ടിപ്പിളർന്ന് 8ഉം 10ഉം 12ഉം ഒക്കെയായി വിഭജിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് വന്നത്. പരസ്പരം ശിർക്കാരോപിക്കുകയും കുഫ്രാരോപിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിശക്തമായ എതിർപ്പിന്റെയും പ്രതിരോധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും കാരണമായിരുന്നു, ഫലമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് സമസ്തയെ ഉള്ളിൽ നിന്ന് തകർക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും അവർ കാണുന്നില്ല. അതുകൊണ്ടാണ് CICയുടെ രൂപത്തിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ അടക്കമുള്ള, ബ്രദർഹുഡ് അടക്കമുള്ള സംവിധാനങ്ങളുടെ, സംഘടനകളുടെ അത്തരം പ്രത്യയശാസ്ത്രപരമായ ചിന്തകളെ ആവാഹിക്കുകയും കുട്ടികളിലേക്ക് അതുവഴി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന രീതി സമസ്തക്ക് ബോധ്യപ്പെടുകയും അവരുടെയൊക്കെ
സ്വാധീനമുള്ള പുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും, അതുപോലെ ബിദഈ ആശയങ്ങൾ ഒളിച്ചു കടത്തുന്ന കിതാബുകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് സമസ്ത മുശാവറക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും, സമസ്തയുടെ സ്ഥാപനങ്ങളിൽ CIC-യുടെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ബിദഈ സാന്നിധ്യം വല്ലാതെ രൂപപ്പെടുന്നതും ബിദഈ ചിന്താഗതിക്കാരായ അധ്യാപകന്മാരെയും അതുപോലെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയപ്പെടുന്നവരെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മാർഗഭ്രംശം സംഭവിക്കാൻ ആവശ്യമായ അത്തരം ക്ലാസുകളും മോട്ടിവേഷനുകളും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സമസ്ത അതിലിടപെട്ടത്. സമുദായത്തിനകത്ത് നേതൃപരമായ സ്വാധീനമുള്ള അംഗീകാരമുള്ള നേതാക്കളെ കൊണ്ട് ബിദഈ ആശയക്കാരായ ആളുകളുടെ പരിപാടികളിൽ നിരന്തരം പങ്കെടുപ്പിക്കുകയും അവരുടെ പുസ്തക പ്രകാശനങ്ങളിൽ ഭാഗവാക്കാക്കുകയും അതുപോലെ അവരുടെ ആശയാദർശങ്ങൾ വിളമ്പുന്ന പരിപാടികളിൽ സ്ഥിരം ക്ഷണിതാക്കളായോ അതിഥികളായോ ക്ഷണിച്ചു വരുത്തി അവരിലൂടെ ഇതെല്ലാം പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ആശയങ്ങളാണ് എന്ന് സമുദായത്തിൻ്റെ അകത്തേക്ക് ഒരു പൊതുധാരണ വരുത്തി വെക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ സദാ നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബിദഈകൾ. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് അവർ ഈ പൊളിച്ചെഴുത്ത് തുടങ്ങി. അപ്പോഴാണ് അവർക്ക് സുഹാബി മഹല്ല് നിർമ്മിക്കാൻ ആവശ്യമായ ഒരു ഫെഡറേഷനെ അവർക്ക് ഉപയോഗപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് തോന്നുന്നത്. അതിനാണ് അവർ രാഷ്ട്രീയമായും സാംസ്കാരികമായും ഒക്കെ സുന്നി പക്ഷത്തെ എതിർക്കാനും തളർത്താനും തകർക്കാനും വേണ്ടി പരിശ്രമിക്കുന്നവരെ കൂടെ കൂട്ടിക്കൊണ്ട് സമസ്തയുടെ ഉള്ളിൽ നിന്നു തന്നെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് ഇത്തരം കുൽസിതമായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അതിൻ്റെ ഫലമാണ് കോഴിക്കോട് ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഭാരവാഹി അത്തരം ബിദഅത്തിന്റെ വേദിയിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായത്, സമസ്തക്ക് കാര്യകാരണങ്ങൾ അന്വേഷിക്കാൻ ആവശ്യപ്പെടേണ്ട സാഹചര്യമുണ്ടായത്. നോക്കൂ നിങ്ങൾ, വളരെ ധിക്കാരപരമായ ഒരു സമീപനമല്ലേ SMF സ്വീകരിച്ചിട്ടുള്ളത്? അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോകാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസങ്ങളിലാണ് വീണ്ടും ഒരു സൗഹൃദ സംഗമം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സുന്നി മഹല്ല് ഫെഡറേഷനോടോ അല്ലെങ്കിൽ സമസ്തയുടെ ഏതെങ്കിലും ഘടകങ്ങളുടെ നേതാക്കളോടോ അതിൻ്റെ ഭാരവാഹികളോടോ പ്രവർത്തകരോടോ ഉള്ള അസൂയ കൊണ്ടോ കുശുമ്പ് കൊണ്ടോ അല്ല നമ്മൾ ഇത് നിരന്തരം തെര്യപ്പെടുത്തുന്നതും വിമർശിക്കുന്നതുമൊക്കെ. സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ എന്ത് അടിത്തറയാണോ ആശയമാണോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അയാളുടെ പിണിയാളുകളും സ്വീകരിച്ചത്, അതേ നയമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്തയെ അസ്ഥിരപ്പെടുത്താനും തകർക്കാനുമുള്ള ശ്രമങ്ങളാണ്. ഈ ശ്രമങ്ങളെ നമ്മൾ രണ്ട് കയ്യും കെട്ടി നോക്കി നിന്നാൽ വലിയ നഷ്ടങ്ങൾ നമുക്കുണ്ടാകും. ഒരു നൂറ്റാണ്ടുകാലത്തെ പ്രതാപത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മഹാമുന്നേറ്റത്തിൻ്റെ വിജയഗാഥകളിൽ ഊറ്റം കൊള്ളുന്ന നമ്മൾ ഇതെല്ലാം തകർന്ന് തരിപ്പണമാകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രത പുലർത്തുകയും സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പേരിലാണെങ്കിലും സുന്നി യുവജന സംഘത്തിൻ്റെ പേരിലാണെങ്കിലും സുന്നത്ത് ജമാഅത്തിൻ്റെ നേതൃനിരകളിൽ കാണുന്ന മുഖങ്ങൾ, ആ മുഖങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ബിദഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെങ്കിൽ പോലും അത് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും നമ്മുടെ ഐഡിയോളജി പണയം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും നമ്മൾ ഭാഗവാക്കാതിരിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീന് പൊളിച്ചെഴുതാൻ ഈ സുഹാബി പക്ഷത്തിന് കൂട്ടുനിന്നതിൻ്റെ പേരിൽ നാളെ അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകരോടും നമ്മൾ കാര്യകാരണങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും. നാളെ മഹ്ശറിൽ വിരല് കടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന്